ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ റെഡ് ഡയമണ്ട് പേരയുടെ വിളവെടുപ്പ് കാഴ്ചയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പേരയുടെ വിളവെടുപ്പ് നമ്മൾ കാണിച്ചിരുന്നു. അന്ന് ഈ പേര ഇത്രയും വളർന്നിട്ടില്ല. ഇന്ന് ഈ പേര ഒരുവിധം വളർന്നു എങ്കിലും ഈ പേരയ്ക്ക താങ്ങാനുള്ള ശേഷി ഈ പേരയുടെ കമ്പനി ഇല്ല. അതുപോലെ തന്നെ ഇവിടെയും ഒരു പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പ് നോക്കാം. നമ്മൾ അതിനു മുമ്പായിട്ട് ഈ പേരയിൽ ഏറ്റവും കൂടുതൽ വെള്ളീച്ച ശല്യമാണ്. നമ്മുടെ പേരയുടെ ഇലയിലും വെള്ളീച്ച ശല്യം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ഇടയെ അതിൻ്റെ മരുന്നെല്ലാം ചെയ്ത് അതിൻ്റെ വെള്ളീച്ച ശല്യം എല്ലാം മാറി. ഇതെല്ലാം അതിൻ്റെ ആ ഭാഗമാണ്. ഇതെല്ലാം വെളുത്ത് ഇരിക്കും. ഈ വെള്ളീച്ച വന്നു കഴിഞ്ഞാൽ പേര എന്ന് മാത്രമല്ല ഏത് ചെടികളിലെയും വെള്ളീച്ച വന്നാൽ ആ ചെടിയിലെ ഇലകളിലെ നീര് കുടിച്ച് ആ ചെടിയെ മൊത്തം അതിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന രോഗമാണ് ഈ വെള്ളീച്ച എന്ന് പറയുന്നത്. അത് നമ്മൾ ദിവസവും കയറി നോക്കുകയും അതുപോലെ അതിന് വേണ്ട മരുന്ന് തളിക്കുകയും ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് ചെടികളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു അടപ്പ് വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഏകദേശം അതിൻ്റെ വെളിച്ച ശല്യമൊക്കെ പൂർണ്ണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു തവണ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ ചെടികളെല്ലാം നല്ല ഗ്രോത്ത് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ റെഡ് ഡയമണ്ട് പേര അല്ലെങ്കിൽ ജപ്പാൻ പേര എന്ന് പറയുന്ന പേരയുടെ വിളവെടുപ്പാണ്. അപ്പം നമുക്ക് വിളവെടുപ്പിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ പേരയുടെ വിളവെടുപ്പാണ്. നമ്മൾ പേരയ്ക്ക ചെറുതായിട്ടുണ്ടായപ്പോഴേ നമ്മൾ ഇതുപോലെ ഒരു കവർ മേടിച്ച് അതിനെ പൊതിഞ്ഞിരിക്കുകയാണ്. കാര്യം ഈച്ചയൊന്നും കുത്തി ഇതിനകത്ത് പുഴുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ കവർ നമുക്ക് ഓൺലൈൻ വഴിയാണ് നമ്മളത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ നോക്കിയാൽ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് പൊതിഞ്ഞിടുന്ന കവറുകൾ മേടിക്കാൻ കിട്ടും. നമുക്ക് ഈ കവർ നീക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ കാഴ്ച ഒന്ന് കാണാം. കവർ നമുക്ക് പയ്യെ റിമൂവ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ കവർ മാറ്റിയിരിക്കുകയാണ്. ഇതുപോലാണ് ആ കവർ നമുക്ക് കിട്ടുന്നത്. ഓരോ വലിപ്പത്തിലും നമുക്ക് അതിൻ്റെ കവറുകൾ കിട്ടും. ഇത് കണ്ടോ, ഇതാണ് ഏകദേശം കവർ. അതിൻ്റെ ഒരു വള്ളിയുണ്ട്. ആ വള്ളി ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് കവർ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് പേരയ്ക്ക വിളവെടുപ്പിലേക്ക് പോവാം. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഒരു കൊല നമുക്ക് 3 പേരയ്ക്കയാണ് ഉണ്ടായത്. അതിലിപ്പം വിളവെടുക്കാൻ പാകത്തിനായിരിക്കുന്ന ഒരു പേരയ്ക്കയാണ് ഈ കാണുന്നത്. നമ്മളിത് കെട്ടിയിട്ടിരിക്കുകയാണ്. കാര്യം പൊട്ടിപ്പോകാതിരിക്കാൻ, കമ്പ് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുകയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പം ഇതേ തന്നെ പിടിച്ചാൽ നമുക്കറിയാം നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ പേരയ്ക്ക നമുക്കൊന്ന് പറിക്കാം. എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് വിളവെടുത്ത പേരയ്ക്ക. ഏകദേശം എൻ്റെ ഒരു കൈവെള്ളക്കകത്തിരിക്കാനുള്ള വലിപ്പം ഈ പേരയ്ക്കായിക്കൊണ്ട് കാണാമല്ലോ. ഇപ്പോൾ ഈ റെഡ് ഡയമണ്ട് പേരയെ പറ്റി നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇത് നല്ല പേരയ്ക്കയാണ്. ഇതിനകത്ത് കുരു കുറവാണ്. അതുപോലെ തന്നെ നല്ല മധുരമാണ്. ഏകദേശം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് കഴിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കരിമ്പ് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് അതിന്. പ്രത്യേകിച്ച് ഒരു കരിമ്പ് എങ്ങനെ കഴിക്കുന്നോ ആ കരിമ്പിൻ്റെ ടേസ്റ്റ് എന്താണോ അതുപോലെ തന്നെ മധുരവും ആ ഒരു രീതിയുള്ള ഒരു പേരയ്ക്കാണിത്. ഇതിനകം നല്ല റെഡാണ്, നല്ലോണം പഴുത്ത റെഡാണ്. ഇതിപ്പം ഏകദേശം ഒരു കളർ കണ്ടാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. ഇത് മുറിച്ച് നോക്കാം, ഇതിൻ്റെ അകം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ പേരയ്ക്ക നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പം ഇതിനകത്ത് ഏത് കളറാണെന്നും ഇതിനകത്ത് കുരു ഉണ്ടോയെന്നും ഒക്കെ നമുക്ക് മുറിക്കുമ്പോൾ അറിയാം. മുറിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ മുറിച്ചപ്പോൾ ഈ പേരയ്ക്കയുടെ ഒരു അവസ്ഥ. ഇതിനകത്ത് നിലവിൽ ഇപ്പോൾ ഒരു കുരു പോലും ഇല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകം നല്ല റെഡ് കളറിലാണ്. ഇതാണ് ഈ പേരയ്ക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്കിതിൻ്റെ ഇതൊന്ന് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ചെറിയ പീസുകളായിട്ടാണ് മുറിക്കുന്ന. കാര്യം നമുക്കിവിടെ കഴിക്കാൻ കുറച്ച് ആൾക്കാർ അധികമുണ്ട്.
അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. നല്ല മധുരമാണ്, അതുപോലെ ഇത് നല്ലപോലെ പഴുക്കുകയും ചെയ്തു. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പേരയ്ക്ക പോലെ വാടിപ്പഴുത്ത പേരയ്ക്ക അല്ല. ഇതുപോലെ നമ്മളെ വീടുകളിൽ ഒരു പേരമരം വെച്ച് പിടിപ്പിച്ച് അതേ നിന്ന് പറിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ റെഡ് ഡയമണ്ട് പേരയോ അങ്ങനെയുള്ള പേരകൾ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക. ഇതുപോലെ ഫലങ്ങളുണ്ടായി പറിച്ച് കഴിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.